പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം നിലനിൽക്കെ തന്നെ താലിബാനെ പിന്തുണച്ച് പാകിസ്ഥാൻ പുരോഹിതൻ രംഗത്ത് വന്നു. ഇതോടുകൂടി ഇപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് ഈ പുരോഹിതൻ നടത്തിയിരിക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നയങ്ങൾക്കും വിപരീതമായിട്ടാണ് ഇന്ന് അസീം മുനീർ അവിടെ പാകിസ്ഥാനിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആയതിനാൽ തന്നെ അഫ്ഗാനിസ്ഥാനു മേൽ ആക്രമണം നടത്തുന്നതിൽ തെല്ലും അയവ് വന്നിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. നിലവിലെ പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ അഫ്ഗാനിസ്ഥാൻ അനാവശ്യമായ ആക്രമണങ്ങൾ നടത്തുകയാണ് എന്നും ഒരു അഭയാർത്ഥികളെ അവിടെ തുരത്തി ഓടിക്കുകയാണ് എന്നതാണ് ഈ പുരോഹിതൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനുമെതിരെ വളരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പാകിസ്ഥാൻ പുരോഹിതൻ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. പാകിസ്ഥാൻ പാർട്ടിയായ ജമായത്ത് ഉലമാ-ഇ ഇസ്ലാം ഫൈസൽ ഉന്നയിച്ചിരിക്കുന്നതെന്നതും മറ്റൊരു കാര്യമാണ്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും സംഭാഷണവും സമാധാനവും നിലനിർത്താൻ പ്രേരിപ്പിച്ച പാകിസ്ഥാൻ പാർട്ടിയായ ജമായത്ത് ഉലമാ-ഇ ഇസ്ലാം ഫാസലിന്റെയും അതിന്റെ തലവൻ മൗലാന ഫസ്ലുർ റഹ്മാന്റെയും പങ്കിനെ താലിബാൻ ഭരണകൂടത്തിന്റെ ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഖനി പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനോട് അനുകൂല ചിന്തയും അതുപോലെ തന്നെ പിന്തുണയും പ്രകടിപ്പിക്കുന്ന പാകിസ്ഥാനിലുള്ള എല്ലാ സംഘടനകൾക്കും നേതാക്കൾക്കും ഇപ്പോൾ നന്ദി പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അതേപോലെ പാകിസ്ഥാൻ സർക്കാരിന്റെ സഖ്യത്തിന്റെ ഭാഗമായ JUAF എന്നുള്ള ഷഹബാസ് ഷെരീഫ് സർക്കാരിനിടയിൽ തന്നെ ആശങ്ക വലിയ രീതിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ സമാധാനം, സ്ഥിരത, സുരക്ഷ എന്നിവയ്ക്ക് പ്രതിജ്ഞാബദ്ധമാണ് എന്നും അഫ്ഗാൻ ജനത ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ സമൂഹത്തിനെയോ ദോഷം ചെയ്യുന്ന വിധത്തിലൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നും ഇവിടെ ഖാനി വ്യക്തമാക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയായ ഖാനി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ആ ഒരു പാതയിലേക്ക് മറ്റ് രാജ്യങ്ങൾ ഈ ശ്രമങ്ങളിൽ പങ്കുചേരണമെന്നും അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഭീകര സംഘടനയായ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന ടെഹരിക്കെ താലിബാൻ ഇപ്പോൾ വലിയ രീതിയിൽ അവർ പുതിയ വ്യോമസേന തയ്യാറാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് അടുത്ത വർഷം സ്വന്തമായി തന്നെ വ്യോമസേന രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ TTP പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിനാണ് വ്യോമസേന രൂപീകരിക്കുന്നതെന്നായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ചാവേർ ആക്രമണത്തിലൂടെയും മറ്റ് TTP പാക് സർക്കാരിന് കടുത്ത തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെല്ലാം അല്ലെങ്കിൽ ഇതുവരെ ഇതേ ചൊല്ലിക്കൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നിരവധി തവണ ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വ്യോമസേന രൂപീകരിക്കുന്നതോടുകൂടി തന്നെ പാക് സർക്കാരിന് കടുത്ത തലവേദനയാകുമെന്നാണ് ഇപ്പോൾ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സലീം ഖാനിയെ എന്ന TTP നേതാവിനെതിരെയായിരിക്കും ഇത്തരത്തിൽ വ്യോമസേനയുടെ ചുമതല വഹിക്കുന്നതെന്നതാണ് മറ്റൊരു വസ്തുത. സംഘടനയിലെ രണ്ടാമനെന്ന് ഇയാൾ അറിയപ്പെടുന്നുണ്ട്. സംഘടനയുടെ സ്വാധീനവും പ്രവർത്തനവും അത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും ഭരണഘടനാപരമായ നിയന്ത്രണത്തിനുമായി തന്നെ പടിഞ്ഞാറൻ മേഖല, മധ്യമേഖല എന്നിങ്ങനെ തന്നെ 2 മേഖലകൾ രൂപീകരിച്ചിട്ടുണ്ട്. സംഘടനയുടെ രാഷ്ട്രീയ കമ്മീഷന്റെ തലവനായി തന്നെ അവിടെ അസ്മത്തുള്ള മഹ്സൂദിനെയും നിയമിക്കുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ ഇത് മൗലവി ഹക്കീർ അലി ആയിരുന്നു. ഇതോടൊപ്പം തന്നെ സദേൺ മിലിറ്ററി സോണിന്റെ തലവനായി തന്നെ ഇസ്താനുള്ള എന്ന വ്യക്തിയെ അവിടെ സെൻട്രൽ മിലിറ്ററി സോണിന്റെ ഡെപ്യൂട്ടി ഹൈ ആയി തന്നെ അവിടെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അവിടെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.